ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തുടനീളമുള്ള 98,000 മൊബൈൽ 4G ടവറുകളും സ്വദേശി 4G ശൃംഖലകളും പ്രധാനമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 21ാം ഗഡു വിതരണം ആരംഭിച്ചു. വേൾഡ് ഫുഡ് ഇന്ത്യ ഉച്ചകോടിയിൽ 1 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പാസ്വാൻ. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാങ്കേതിക വിദ്യാധിഷ്ഠിത രാഷ്ട്രമായി മാറിയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ മഴ ശക്തം. 4 തെക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം അല്പസമയത്തിനകം. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഫൈനൽ മറ്റന്നാൾ. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിന് ധാതുക്കൾ നിർണായക പങ്ക് വഹിക്കുമ്പോഴും ധാതുക്കളുടെ ഖനനം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് പരിഹാരം കാണാനും ശാസ്ത്രജ്ഞർ ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഭൌമശാസ്ത്ര പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സുസ്ഥിര ധാതു വികസനത്തിന് നിർമ്മിത ബുദ്ധി, മെഷീൻ ലേണിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയുടെ സേവനം ഉറപ്പാക്കണമെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളമുള്ള 98,000 മൊബൈൽ 4G ടവറുകളും സ്വദേശി 4G ശൃംഖലകളും പ്രധാനമന്ത്രി നാളെ ഒഡീഷയിൽ ഉദ്ഘാടനം ചെയ്യും. ഇത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ നിയന്ത്രിതവും ക്ലൌഡ് അധിഷ്ഠിതവും പരിധിയില്ലാതെ 5Gയിലേക്ക് മാറാവുന്നതുമാണ്. ഈ ടവറുകൾ രാജ്യത്തുടനീളമുള്ള 22 ദശലക്ഷം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുകയാണ്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അറിയിച്ചതാണ് ഇക്കാര്യം. MiG-21 യുദ്ധവിമാനങ്ങൾ എക്കാലവും രാജ്യത്തിന്റെ അഭിമാനമായിരിക്കുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ചണ്ഡീഗഡിൽ നടന്ന MiG-21 യുദ്ധവിമാനങ്ങളുടെ ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 6 പതിറ്റാണ്ട് നീണ്ട ഐതിഹാസിക സേവനങ്ങൾക്ക് ശേഷമാണ് MiG-21 യുദ്ധവിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമസേന വിട നൽകിയത്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് MiG-21ന്റെ അവസാന പറക്കലിന് നേതൃത്വം നൽകി. MiG-21 अनेक वीरतापूर्ण कृत्यों का साक्षी रहा है. 1971 के वार से लेकर कारगिल के युद्ध तक या फिर बालाकोट एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक ऐसा कोई क्षण नहीं रहा जब MiG-21 ने हमारी आर्म्ड फोर्सेस को जबरदस्त मजबूती न प्रदान की हो. हर बार MiG-21 ने तिरंगे का सम्मान बढ़ाया है. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 21ാം ഗഡു വിതരണത്തിന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ഇതിന്റെ പ്രയോജനം ലഭിച്ചവരിൽ 2.7 ലക്ഷം സ്ത്രീ കർഷകരും ഉൾപ്പെടുന്നുണ്ടെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഗുരുതരമായി ബാധിച്ച ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ കർഷകർക്കാണ് ഈ ഗഡു മുൻഗണന നൽകിയിട്ടുള്ളത്. റഷ്യൻ സേനയിൽ അവസരം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾക്ക് നേരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നിലവിൽ 27 ഇന്ത്യൻ പൌരന്മാരാണ് റഷ്യൻ സേനയിൽ പ്രവർത്തിക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ ജീവന് തന്നെ ഭീഷണിയായി മാറിയേക്കാമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 27 लोग जो भारतीय नागरिक अभी रूसी सेना में कुछ हाल ही के दिनों में भर्ती हुए थे और उनको हम लोग वहां से निकालने की कोशिश कर रहे हैं. साथ ही साथ मैं आपको ध्यान लेना चाहूंगा कि जो वहां जाके रूसी सेना में जाने के भर्ती होने के बाद जो खतरा है, जो जान का खतरा है, इस पर लोग ध्यान दें. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണം സംബന്ധിച്ച് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കയിൽ നിന്നും വർഷം ഇതുവരെ 2417 ഇന്ത്യക്കാരെയാണ് മടക്കി അയച്ചതെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടന്ന വേൾഡ് ഫുഡ് ഇന്ത്യ ഉച്ചകോടിയിൽ 1 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചതായി ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ചിരാഗ് പാസ്വാൻ. രാജ്യത്തുടനീളം 9 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ രാജ്യത്തിന്റെ ശക്തി, ഭക്ഷ്യ സുസ്ഥിരത, പോഷക സമൃദ്ധവും ജൈവവുമായ ഭക്ഷണത്തിന്റെ ഉൽപ്പാദനം എന്നിവയാണ് വേൾഡ് ഫുഡ് ഇന്ത്യ പ്രദർശിപ്പിക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാങ്കേതിക വിദ്യ അധിഷ്ഠിത രാഷ്ട്രമായി മാറിയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ 84ാമത് സ്ഥാപക ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സാങ്കേതിക വിദ്യ സുപ്രധാന പങ്ക് വഹിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു.
തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. BJP സംസ്ഥാന സമിതി യോഗം കൊല്ലത്ത് നാളെ പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനത്തോടനുബന്ധിച്ച് കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന അമൃതവർഷം പരിപാടിയിൽ അദ്ദേഹം നാളെ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി JP നദ്ദ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഏഷ്യ കപ്പ് സൂപ്പർ 4-ൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. ഞായറാഴ്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഫൈനൽ. സൂപ്പർ 4-ൽ ഇന്നലെ ബംഗ്ലാദേശിനെ 11 റൺസിന് പരാജയപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ഫൈനൽ ഉറപ്പിച്ചത്. ഈ മാസം 22-ന് നിലവിൽ വന്ന GST പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്ര സർക്കാർ. നോട്ട്ബുക്കുകൾ, ഗ്രാഫ് ബുക്കുകൾ, ഷാർപ്പനറുകൾ, പെൻസിലുകൾ തുടങ്ങിയ സ്റ്റേഷനറി ഇനങ്ങൾ പൂർണ്ണമായും നികുതിരഹിതമാക്കിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമായി. നികുതി നിരക്കുകളിലെ ഗണ്യമായ കുറവ് സാധാരണക്കാർക്ക് മാത്രമല്ല, നിർമ്മാണ യൂണിറ്റുകളെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുകയും ചെയ്യും. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയെ അഭൂതപൂർവമായ ഉയരങ്ങളിലേക്ക് എങ്ങനെ നയിച്ചു എന്നതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. 2035 ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. ബഹിരാകാശ മേഖലയിൽ ഒന്നിനു പുറകെ ഒന്നായി നാഴികക്കല്ലുകൾ കൈവരിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് സാധാരണ സംഭവമായിരിക്കുന്നുവെന്ന് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. स्पेस सेक्टर में एक के बाद एक नए माइलस्टोन गणना ये भारत और भारत के वैज्ञानिकों का स्वभाव बन गया है. 2 साल पहले ही भारत पहला ऐसा देश बना था जिसने चंद्रमा के साउथ पोल पर पहुंचने का इतिहास रचा. ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 30 ചൊവ്വാഴ്ച കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമായിരിക്കും. ഇസ്രായേൽ സൈന്യത്തിനുള്ള ചില സേവനങ്ങൾ അമേരിക്കൻ ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് റദ്ദാക്കി. സോഫ്റ്റ്വെയർ നിബന്ധനകൾ ലംഘിക്കുമെന്ന ആശങ്കയെ തുടർന്നാണ് നടപടി. ദശലക്ഷക്കണക്കിന് പലസ്തീനുകളെ നിരീക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യം മൈക്രോസോഫ്റ്റ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെന്ന് കമ്പനി ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വാഷിംഗ്ടണിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. US-ഉം പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വ്യാപാര കരാറിനെ തുടർന്നായിരുന്നു കൂടിക്കാഴ്ച. UN ജനറൽ അസംബ്ലിയിൽ ട്രംപും ഷെരീഫും നടത്തിയ ഹ്രസ്വ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഇന്നലത്തെ കൂടിക്കാഴ്ച. ഭീകരവാദ ഭീഷണിക്കെതിരായ പോരാട്ടത്തിൽ ലോകം ഒന്നിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇന്ത്യ. ന്യൂയോർക്കിൽ നടന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇരയായവരുടെ കൂട്ടായ്മയുടെ 6ാമത് മന്ത്രിതല യോഗത്തിൽ സംസാരിക്കവേ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇപ്രകാരം പറഞ്ഞത്. ഭീകരതയുടെ ഇരകളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സമഗ്രമായ സമീപനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങളുടെയും നിരീക്ഷകരുടെയും കൂട്ടായ്മയാണ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഓഫ് വിക്ടിംസ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തുടനീളമുള്ള 98,000 മൊബൈൽ 4G ടവറുകളും സ്വദേശി 4G ശൃംഖലകളും പ്രധാനമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 21ാം ഗഡു വിതരണം ആരംഭിച്ചു. വേൾഡ് ഫുഡ് ഇന്ത്യ ഉച്ചകോടിയിൽ 1 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചതായി ഭക്ഷ്യ സംസ്കരണ മന്ത്രി ചിരാഗ് പാസ്വാൻ. കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാങ്കേതിക വിദ്യാധിഷ്ഠിത രാഷ്ട്രമായി മാറിയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ മഴ ശക്തം. 4 തെക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 4-ൽ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം അല്പസമയത്തിനകം. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഫൈനൽ മറ്റന്നാൾ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.